എല്ലാ മേഖലയിലും എല്ലാവരും സെലക്റ്റീവ് ആവുന്നു, എല്ലാവരും സ്വാർത്ഥരാകുന്നു. അതായത് ഞാനിന്ന് പറയാൻ പോകുന്നത് ജാനകി വിസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തെ കുറിച്ചാണ്. കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ മലയാള സിനിമയിലെ സീനിയറുമായിട്ടുള്ള നമ്മുടെ എല്ലാവരും ഒരുപാട് ആ കലാകാരന്റെ ഓരോ മൂവിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രീതികളും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളോടും വ്യക്തമായിട്ടുള്ള ഒരു എതിർപ്പും രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു കലാകാരന്റെയും ഒരു കഥാകൃത്തിന്റെയും ഒരു സംവിധായകന്റെയും അതിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെയും കഷ്ടപ്പാടിന്റെ അനന്തര ഫലമായിട്ടാണ് അത് തിയേറ്ററുകളിലായാലും OTTകളിലായാലും റിലീസ് ചെയ്യപ്പെടുന്നത്. അതിനെതിരെ ഒരു കടം വെട്ടുന്ന രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നിൽക്കുന്ന ഈ ഒരു രീതി, ഈ സെൻസറിങ് പോലുള്ള സമ്പ്രദായങ്ങൾ, അത് വളരെ ഒരു എന്താ പറയുക, ഒരു കലാകാരന്റെ ഒരു കഥാകൃത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ഈ എമ്പുരാൻ വിഷയം ഉണ്ടായപ്പോഴും അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് ഈ വിഷയം സംഭവിച്ചപ്പോഴും അതിനു മുന്നേ ഈ എമ്പുരാൻ നടക്കുന്ന ആ ഒരു സമയത്താണ് ഒരു ടർക്കിഷ് മൂവിയുടെ ഒരു വിവാദം നടന്നത്. അങ്ങനെ ഈ പറയുന്ന ഈ കഥാപാത്രത്തിന്റെ പേര് ഈ പറയുന്ന ജാനകി എന്നാണ്. ഈ ജാനകി എന്ന നാമധേയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. രാവണപ്രഭുവിലെ ആ ഒരു കഥാപാത്രത്തെ പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു രീതി നമ്മൾ എല്ലാവരും കണ്ടതാണ്. ജാനകി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചത്, ആ കഥാപാത്രത്തിന്റെ സീതാദേവിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ഡയലോഗുകൾ പോലും ഈ മൂവിയിൽ ഉണ്ടായിരുന്നു. ഇനി ആ മൂവി നിരോധിക്കാൻ പോവുകയാണ് അറിയില്ല. കാരണം ജാനകി എന്ന് പറയുന്നത് ഒരു കഥാപാത്രത്തിന് നൽകുന്ന നാമധേയമാണ്. ഇന്ന് നമ്മുടെ ഹിന്ദു പുരാണത്തിലെ 30 കോടി ദേവഗണങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ നാമധേയങ്ങളുമുണ്ട്. ആ പേരുകളിലാണ് ഈ നാട്ടിലെ പലരും ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരെല്ലാം പേര് തിരുത്തി മുന്നോട്ട് പോകണം എന്നാണോ ഈ പറയുന്ന സെൻസറിങ് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് എന്ത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് കലർത്തുന്നത്? ഇപ്പോ പത്മകുമാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വന്നിട്ട് തന്റെ ഒരു അനുഭവം ഇതേ നാമം കൊടുത്തപ്പോൾ, ഈ ജാനകി എന്ന് പറയുന്ന പേര് കൊടുത്തപ്പോൾ തന്റെ മൂവിക്ക് നേരിടേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. അന്നൊന്നും ഉണർന്നു പ്രവർത്തിക്കാത്ത, അന്നൊന്നും ആർജവം കാട്ടാത്ത പല സംഘടനകളെയും പല നേതാക്കന്മാരെയും, സിനിമയ്ക്കുള്ളിലെ നേതാക്കന്മാരെയും ഇതിൽ ഗർജിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇതിനുള്ളിലും സെലക്റ്റീവായി മാറുന്നുണ്ട്. ചില ആളുകൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തും, ചില ഉന്നതർക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തും, ചില എന്താ പറയുക രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സിനിമയിലും ഹൈ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തും. ഇതെന്താ ഒരുതരം സെലക്റ്റീവ് ശബ്ദമുയർത്തലാണോ? ശബ്ദമുയർത്തുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ പത്മകുമാറിന്റെ ഒരു മൂവിയുടെ ഒരു വിഷയം വന്നപ്പോൾ ഇതേ രീതിയിൽ സംഘടനകളെല്ലാം തന്നെ ശക്തമായ രീതിയിൽ ശബ്ദിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ ജാനകി വിസ് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന മൂവിക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവാതെ സെൻസറിങ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ആ പടം തിയേറ്ററിൽ റിലീസ് ആവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വിഷയങ്ങൾ സെലക്റ്റീവ് ആവുമ്പോൾ, വിഷയങ്ങളുടെ പ്രതികരണ രീതികളും സെലക്റ്റീവ് ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പാലസ്തീന്റെ പ്രശ്നം വരുമ്പോൾ സംസാരിക്കുന്നവർ നമ്മുടെ പൽഗ്രാമിൽ ഉണ്ടായ വിഷയത്തെ ഒരുപാട് സംസാരിക്കുന്നതായിട്ട് കാണില്ല. പൽഗ്രാമും അതുപോലെ തന്നെ പാലസ്തീനും രണ്ട് രീതിയിൽ പോർട്രേ ചെയ്യുന്ന ആളുകളെ നമ്മൾ നമ്മുടെ ഇടങ്ങളിലാണ് കാണുന്നത്, നമ്മുടെ രാജ്യത്തിനുള്ളിലാണ് അവർ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ നടന്മാരുടെയും ഓരോ രീതികളും. അവർ ഏത് പൊസിഷനിലാണോ നിൽക്കുന്ന ആ പൊസിഷനിൽ വെച്ചുകൊണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്തിനെ കുറിച്ച് ന്യായീകരിക്കാനാണ്? ഈ ഒരു വിഷയം, ഈ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായ വിഷയം വന്നപ്പോൾ ഓരോ ദിവസവും ബൈറ്റ് കൊടുക്കുന്ന അണിയറ പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ വിഷയം ഒരു 18 വെട്ടുവെട്ടി കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ലൂസിഫർ സിനിമ അനുഭവിച്ചത്. അന്നൊന്നും ഉണ്ടാവാത്ത ഒരു അപ്പർ ഹാൻഡ്, അല്ലെങ്കിൽ അന്നൊന്നും ഉണ്ടാവാത്ത ഒരു പ്രതിഷേധത്തിന്റെ മറ്റൊരു വശം നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഞാനും പറയുന്നു, പ്രതികരിക്കുക തന്നെ വേണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ ആര് വന്ന് കടന്നു കയറിയാലും, അതിന് ഏതൊരു നടന്റെ ആയാലും, ഏത് ചെറിയ നടന്റെ ആയാലും വലിയ നടന്റെ ആയാലും, സാധാരണക്കാരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറ്റങ്ങൾ ഉണ്ടായാൽ ചോദിക്കുക തന്നെ ചെയ്യണം. ചോദിക്കുന്ന വിഷയങ്ങൾ സെലക്റ്റീവ് ആവരുത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന മൂവിയിൽ ജാനകി എന്ന് പറയുന്ന കഥാപാത്രം വളരെ ഒരു ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് ഈ പടത്തിൽ കാണിച്ചിരുന്നത്. ഒരു സർവൈവർ ആയിട്ടാണ്. ആ സർവൈവറിന് നീതി നേടിക്കൊടുക്കുന്ന ഒരു കഥാതന്തുവാണ് ഇതിലുള്ളതെന്ന് നിലവിലുള്ള വിശേഷണങ്ങളും സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ സൊസൈറ്റിയിൽ വെക്കേണ്ട ഒരു മെസ്സേജ് ആണ് ഈ പടം പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുകയുന്ന വിവാദങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങി
ഈ പടത്തിന് അതേ നാമത്തിൽ തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു കല ആസ്വദിക്കുന്ന ഒരാളെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ, സിനിമകളോട് ഒരുപാട് താല്പര്യമുള്ള ഒരാളെന്ന രീതിയിൽ, ആ ഒരു കഥാപാത്രത്തിന് ആ ഒരു കഥാ രീതിയോട് അടുപ്പിച്ച് നിർത്താൻ സാധിക്കുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ അത് അങ്ങനെ തന്നെ തിയേറ്ററിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഒരു വൺ ഓഫ് മോസ്റ്റ് വണ്ടർഫുൾ മൂവിയായിട്ട് ഈ പറയുന്ന പടം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഞാൻ ഒരു കാര്യം, പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു കാര്യം പറയുന്നു. എടുക്കുന്ന വിഷയങ്ങൾ സെലക്റ്റീവ് ആവരുത്, എടുക്കുന്നത് പ്രമുഖർക്ക് വേണ്ടി മാത്രമാവരുത്, അത് എല്ലാവർക്കും തുല്യത കൊടുക്കുന്നതായിരിക്കണം. ഇന്നാട്ടിൽ എല്ലാവർക്കും തുല്യതയുണ്ട്. ആരും വലിയവനല്ല, ആരും ചെറിയവനല്ല. പിന്നെ മറ്റൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.